എല്ലാവർക്കും നമസ്കാരം. അപ്പം മസീറയുടെ ഒരു വീഡിയോയും കൂടി ഞാനിടുവാണ്. അതിന് മുമ്പ് ദൈവത്തിന് ഈ ഭംഗി, ഇത്രയും ഭംഗിയുള്ള സ്ഥലമൊക്കെ നമുക്ക് തന്ന ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇതായിട്ട് മസീറയിലെ ഇവിടെ അക്കോമഡേഷനിലെ പൂന്തോട്ടമാണ് കാണുന്നത്. നമ്മുടെ ചെത്തി, നല്ല ചുമന്ന ചെത്തിയും വേറെ കളറിലെ ചെത്തിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ അങ്ങോട്ട് അറ്റത്തോട്ടൊക്കെ കുറേ നമ്മുടെ ഈന്തപ്പന നട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെറുതെ കിടക്കണം, ഒഴിഞ്ഞിറക്കുന്ന സ്ഥലമാണ്, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നമ്മുടെ അക്കോമഡേഷനാണ്, അതിൻ്റെ വ്യൂ അവിടെ നിന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് നീങ്ങി കാണുന്നത് ഹോസ്പിറ്റലാണ്, നമ്മുടെ ഹോസ്പിറ്റലാണ് ആ കാണുന്നത്. ഹോസ്പിറ്റലിൻ്റെ മേളിലൊരു സംഭവം കണ്ട, അത് നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ്. ഹോസ്പിറ്റലിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു 3 റൗണ്ടിലൊരു സംഭവമുണ്ട്. അപ്പുറത്ത് ആംബുലൻസൊക്കെ ഉള്ള ഇതാണ്. ഇവിടെ മുഴുവൻ പൂന്തോട്ടം കേട്ടോ, നല്ല അടിപൊളി സ്ഥലമാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതിലെ കൂടിയൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട്. പിന്നെ അരളിയാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. പല കളറിലുള്ള വൈറ്റ് ഉണ്ട്, റോസും ഉണ്ട്, പിന്നെ ഈ ഇളർ റോസും ഉണ്ട്, പിന്നെ ഒരു കട്ട കളറ്, അതെന്താ കളറെന്ന് എനിക്ക് പറയാനറിയത്തില്ല, ആ കളറുണ്ട്. പിന്നെ പല കളറിലുള്ള മഞ്ഞ കളറിലുള്ള കുറേ അരളിയുണ്ട് കണ്ടോ. നമ്മുടെ കമേഴ്ഷ്യലൊക്കെ നിറച്ച് അരളികളാണ്. പിന്നെ ഒത്തിരി ചെടികളുണ്ട് കേട്ടോ, ഭയങ്കര മനോഹരമാണ് ഈ സ്ഥലം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, കാണാമെന്ന് അറിയത്തില്ല, എനിക്കങ്ങനെ ശരിക്കും ഇവിടെ പാലം പോലെ കാണണ്ടേ. ഇത് ഇവർ ഡ്രൈനേജൊക്കെ പോകാൻ വേണ്ടിയിട്ട് പാലം ഇട്ടേക്കണേന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് ഈ പാലത്തിൽ നിന്ന് ഇരുന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ആലോചിച്ചിട്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ പണ്ട് തോടൊക്കെ ഉണ്ടായില്ലേ, അപ്പോൾ നമ്മൾ തോട്ടിൽ കൂടി പോണ ഒരു പ്രതീതിയാണ്. പണ്ട് ഇതേപോലെ തോട്ടിലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ പാലമല്ലേ ഇട്ടിരുന്നത്, അതുപോലെ എനിക്ക് തോന്നും. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ ഇവിടുത്തെ. പിന്നെ അങ്ങോട്ട് മലകൾ കാണാവോ, ഞാൻ ഇത്തിരി സൂം ചെയ്താൽ അങ്ങോട്ട് മലകൾ കാണുന്നുണ്ട് കേട്ടോ, മലകൾ കാണാം. പിന്നെ വേറെ എന്താ, പിന്നെ ഇവിടെ ഞാൻ കാണിച്ചു തരാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ സവാള മുളച്ചായിരുന്നേ. അപ്പോൾ ഞാൻ ഇത്രയും വേണ്ട, അപ്പോൾ സവാള മുളച്ചായിരുന്നു. അപ്പോൾ ഞാനിതിവിടെ കൊണ്ടുവന്ന് നട്ടായിരുന്നു. അപ്പോൾ ഒരു 5 സവാളത്തണ്ട് ഞാനിവിടെ നട്ടു കണ്ട. ഇത് ഇത്തിരി മുരടിച്ചിരിക്കണേ, പക്ഷേ ഇത് കണ്ട നന്നായിട്ടുണ്ട്. അതുമ്പോൾ പൂ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇതിൽ പൂ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് നമുക്കറിയില്ല അതെങ്ങനെയാണ് വരുമെന്ന്. എന്തായാലും ഇവിടെ ഉള്ളവർ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തരും. ഇങ്ങനെ വലിയ പൂവ് ഇതെല്ലാം കേട്ടോ ആദ്യം പൂവന്നത്, ഇതാണ് ആദ്യം നല്ലോണം വന്നത് ഇതാണ്. പിന്നെ നമ്മൾ പൊട്ടറ്റോ മേടിച്ചിട്ട് അത് അതിൻ്റെ ചെത്തി, അപ്പോൾ അതുമ്പോൾ മുള വരാൻ തുടങ്ങിയപ്പോൾ ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. കണ്ടോ ആ ചെടി ഇത്രയായി. ഇവിടെ ഒരു പൊട്ടറ്റോ ഉണ്ട്, ഇവിടെ വേറൊരു പൊട്ടറ്റോ ഉണ്ട് കണ്ടോ, ഇവിടെ താഴെ ഒരു പൊട്ടറ്റോ ഉണ്ട്. പിന്നെ ഇവിടെ ക്യാരറ്റ് ആട്ടോട്, ക്യാരറ്റ് വരുമെന്ന് സംശയമായിരുന്നു, എന്തായാലും വന്നു. കുഞ്ഞിലകൾ കാണാമോന്ന് അറിയത്തില്ല, ഒത്തിരി സൂം ചെയ്ത് ഇത് കാണുന്നില്ല, ഇത്രയും കൂടെ നീക്കി നോക്കട്ടെ. ഞാൻ അടുത്തോട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം. എനിക്ക് വെയിലത്ത് നിന്ന് നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. ഇതാണ് ക്യാരറ്റിൻ്റെ കുഞ്ഞ്, പക്ഷെ പുല്ലാണല്ലോ കാണുന്നത്, അതിൻ്റെ ഇടയ്ക്ക് കാണുമോ എന്നറിയത്തില്ല, കുഞ്ഞല. അങ്ങനെ ഒരു ക്യാരറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ കാണിച്ചാൽ കാണാവോ അറിയില്ല, അതേനെ ക്യാരറ്റ് കാണാവോ, കുഞ്ഞിലകൾ. പിന്നെ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തന്നെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് വേറൊരു ഉരുളക്കിഴങ്ങിൻ്റെ, അത് മുളച്ചൊക്കെ വരണുള്ളൂ, തൈയൊക്കെ കുറച്ചായിട്ടുള്ളൂ. പിന്നെ ഇവിടെയും പൊട്ടറ്റോ മുളച്ച് വരുന്നുണ്ട് കണ്ടോ, ഇത്രയുമായി പൊട്ടറ്റോ മുളച്ച് വരുന്നുണ്ട്. ഇതിന്മേക്ക് നല്ലോണം കായ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇവിടെ തന്നെ നനഞ്ഞോളും, ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും. പക്ഷേ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിനെ കേൾപ്പിച്ചിട്ട് നമ്മൾ പോകണം. ഞാൻ നാളെ പോവുകയാണ് ദൈവാനുഗ്രഹത്താൽ, നാളെ തിരിച്ചു പോവാം. ഇത് കുഞ്ഞുള്ളി ആട്ടോ, അപ്പോൾ അതിൻ്റെ ഇല കണ്ട, കുഞ്ഞിലയാ കാണാവോ, കുഞ്ഞുള്ളി. എനിക്ക് വെയിൽ കാരണം ഇത് മനസ്സിലാവും. അതന്നെ കാണാം, അതിൻ്റെ ഇടയ്ക്ക് കാണാമല്ലോ കുഞ്ഞുള്ളിയുടെ. അപ്പോൾ കുഞ്ഞല്ലേ, മറ്റേ സവാളയുടെ ഒത്തിരി വലിയ ഇലകളാണ് കണ്ട, സവാളയുടെ വലിയ ഇലകൾ, കുഞ്ഞുള്ളിയുടെ അപ്പോൾ കുഞ്ഞിലയാ കണ്ടോ. പിന്നെ ഇവിടെ ഒരു പൊട്ടറ്റോൻ്റെ ഇതുണ്ട്, ഇവിടെ ഒരു പൊട്ടറ്റോൻ്റെ ചെടിയുണ്ട്. ഈ ക്യാരറ്റ് ഇത്തിരി കൂടി നന്നായിട്ട് കാണാമായിരിക്കും. ഈ ക്യാരറ്റ് കണ്ടോ, ക്യാരറ്റിൻ്റെ ഇല കണ്ടോ, കുഞ്ഞില.
ഞാൻ ഇത്തിരി സൂം ചെയ്യുമ്പോൾ കാണുമെന്ന് അറിയത്തില്ല. കണ്ടാ, സൂം ചെയ്യുമ്പോഴത്തേനും ഇങ്ങോട്ട് കാണാം. കണ്ടാ, ക്യാരറ്റ് കുഞ്ഞിലായിട്ട് കിടക്കണ ക്യാരറ്റാണ്. പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു ക്യാരറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കാണുന്നില്ലല്ലോ. അതിനാ ഇവിടെ ഒരു ക്യാരറ്റ് ഉണ്ട് കേട്ടോ. കണ്ട, നിറച്ച് പുല്ലുകളാണ്. കാണാം, എനിക്ക് വെയിലായതുകൊണ്ട് അധികം കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു കുഞ്ഞി ക്യാരറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളികൾ, പിന്നെ ഇവരൊക്കെ ഇവിടെ പൈപ്പ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ നനഞ്ഞോളും. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ 2 മാസമായിട്ടുള്ളൂ. 2 മാസം കൊണ്ട് ചെറിയൊരു തോട്ടമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് കുറേ വിത്തുകൾ ഞാൻ പാകിയിട്ടുണ്ട്, പക്ഷേ ഒന്നും ആയിട്ടില്ല. ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പോയാലായാലും അതിനകത്ത് വിത്തൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇവിടെ ഞാൻ കൊണ്ടുവന്ന് ഇപ്പോൾ എന്തായാലും നമുക്കൊരു തോട്ടത്തിനൊരു ബോർഡർ വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ കുറേ മരങ്ങളൊക്കെ ഇവിടെ ഈ ചെടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് മരം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മരങ്ങളൊക്കെ ഇതാക്കി ഞാൻ എന്ത് കണ്ട ഒരു തോട്ടം റെഡിയാക്കി. അവിടെയും ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളമൊക്കെ നനയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഈ പ്രദേശം ഞാൻ ഏതാണ്ട് വിത്തുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇതിനകത്ത് ഇന്നലെ കൊണ്ടുവന്ന ക്യാപ്സിക്കത്തിൻ്റെ വിത്തിട്ടിട്ടുണ്ട്. പിന്നെ മത്തയുടെ വിത്തിട്ടിട്ടുണ്ട്. മറ്റേ സാധനം എന്താ വെള്ളരിയുടെ വിത്തിട്ടിട്ടുണ്ട്. പിന്നെ മുളകിൻ്റെ വിത്തിട്ടിട്ടുണ്ട്. കാന്താരി മുളകിൻ്റെ വിത്തിട്ടിട്ടുണ്ട്. തക്കാളിയുടെ വിത്തൊക്കെ പാകിയിട്ടുണ്ട്. അതൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ബോഗൺവില്ല നട്ടു, പക്ഷേ അതിന് ഭയങ്കര വെയിലായതുകൊണ്ട് പോകാമെന്ന് തോന്നുന്നു. കണ്ട, ബോഗൺവില്ലൊക്കെ പോകുമെന്ന് തോന്നുന്നു. അതിനൊരു ബോർഡർ ഉണ്ടാക്കിയത്. ഇവിടുത്തൊക്കെ ചെടികളുണ്ട്, നിറച്ചരളിയാണ്. പിന്നെ ആണെങ്കിൽ നമുക്ക് പൂ കിട്ടിയായിരുന്നു നഴ്സസ്റ്റേയിൽ. അപ്പം ഞാൻ അതിൻ്റെ കമ്പ് കൊണ്ടുവന്ന് റോസക്കമ്പ് നട്ടു വെച്ചിട്ടുണ്ട്. പിടിക്കുമെന്ന് അറിയത്തില്ല. മൂത്ത കമ്പാണെങ്കിൽ പിടിക്കുമായിരിക്കും, പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ റോസക്കമ്പ് നട്ടിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ കാണുമായിരിക്കും. 2 കഴിഞ്ഞ ദിവസം നട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ബാക്കി കൊണ്ടുവന്ന് 2 കൂടി ഇങ്ങനെ നട്ടായിരുന്നു. അപ്പോൾ റോസക്കമ്പ് നട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കറ്റാർ വാഴ, നമ്മൾ പ്രേയറിന് പോണ വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടായിരുന്നു. അപ്പോൾ കറ്റാർ വാഴ കൊണ്ടുവന്ന് ഇവിടെ ഉള്ളവരുടെയൊക്കെ മുടിയൊക്കെ നന്നായിട്ട് വളരട്ടെ. 1 2 3 4 5 കട കറ്റാർ വാഴ അതും നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഞാൻ പോയിട്ടായാലും ഇവർ ഫോട്ടോ ഒക്കെ എടുത്ത് വിടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അങ്ങോട്ട് കണ്ട അവിടെ കുറേ വീടുകൾ, ഔട്ട്സൈഡ് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൻ്റെ ഔട്ട്സൈഡാണ് വീടുകൾ. പിന്നെ ഇവിടെ കണ്ട മഞ്ഞപ്പൂക്കളൊക്കെ നിറച്ചുണ്ട്, മഞ്ഞപ്പൂക്കൾ. പിന്നെ അതങ്ങോട്ട് ഹോസ്പിറ്റൽ കോമ്പൗണ്ടാട്ടോ. അവിടെ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ പോവാം, ഭയങ്കര വെയിൽ. പിന്നെന്തെന്നാ കണ്ട, നല്ലോണം അരളികളൊക്കെ ഇല്ലേ, കാണാവോ? നിറച്ചരളികൾ, എന്ത് ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാനായിട്ട്. ഭയങ്കര മനോഹരമായൊരു സ്ഥലമാണ് മസീറ ഹോസ്പിറ്റൽ. ബ്യൂട്ടി സുന്ദരിയാണ്. അപ്പോൾ ഇത് കണ്ട, നമ്മുടെ നാട്ടിൽ ബുഷ് പോലെ, അതിന് പകരം ഇതാണ് ഇവിടെ ബുഷ് പോലെ ഇങ്ങനെ അവർ വെട്ടി നിർത്തുന്നുണ്ട്. ഇപ്പം അധികം വെട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ചില സമയത്ത് നന്നായിട്ട് വെട്ടിയിട്ട്. പിന്നെ ഇതിലൊരു വെള്ളപ്പൂ ഉണ്ടാവട്ടെ. രാത്രിയൊക്കെ ഈ പൂ നല്ല വൃത്തിയായിട്ട് അതേപോലെ വാടാതെ നിൽക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. ഞാൻ പിന്നീടൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാം. പിന്നെ ചുമന്ന ചെമ്പരത്തി ഉണ്ട് അവിടെ. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അക്കോമഡേഷനാണ്. ഇവിടെ ഒരു 5 കെട്ടിടങ്ങളുണ്ട്. ഇത് ഫസ്റ്റ് കെട്ടിടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ബാക്കി വീഡിയോസ് ഞാൻ പിന്നെ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരെയും ദൈവത്തിലെത്തി അനുഗ്രഹിക്കട്ടെ. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ. താങ്ക് യു.